RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ഇന്ന് ആരംഭിക്കും. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്ക് നടക്കുന്നത്. BJP, BMS ഉൾപ്പെടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കും. പാലക്കാട് നിന്നും അരുൺ ആലത്തൂര് ചേരുന്നുണ്ട്. അരുൺ, നമസ്തേ. കേരളത്തിന് ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. സമന്വയ ബൈഠക്ക് കേരളത്തിൽ ആദ്യമായി നടക്കാൻ പോകുന്നു, അതും പാലക്കാടിന്റെ മണ്ണിൽ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ ഈ ഒരു പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് RSS നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇപ്പോൾ ഈ ബൈഠക്ക് നടക്കുന്നതിലൂടെ കേരളം ഒരുപടി മുന്നിൽ എത്തിയിരിക്കുന്നു. കാരണം ഒരു BJP നേതാവിനെ പാർലമെന്റിലേക്ക് അയക്കാൻ നമുക്ക് സാധിച്ച ഒരു വർഷം കൂടെയാണിത്. അഭിമാനത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? മറ്റൊന്ന് പറയുന്നത് 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് RSS എന്ന മഹത്തായ സംഘടന. അതിനിടയിലാണ് ഈ ബൈഠക്ക് നടക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അരുണിലേക്ക്. എന്തൊക്കെ പ്രത്യേകതകൾ ഇത്തവണത്തെ ബൈഠക്കിനുണ്ട്? വീണ, ഇത്തവണ കേരളത്തിൽ വെച്ച് ഈ ബൈഠക്ക് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പുനെയിൽ വെച്ച് നടന്ന ബൈഠക്കാണ് ഇത്തവണ ഈ കേരളത്തിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. രാവിലെ 9 മണിക്കാണ് ബൈഠക്ക് ആരംഭിക്കുക. 320 പേരാണ് ബൈഠക്കിൽ പങ്കെടുക്കുക. സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകർത്താക്കളായ 90 പേരും പിന്നെ 230 വിവിധ ക്ഷേത്ര സംഘടനകൾ, അതായത് BJP, BMS, ABVP തുടങ്ങി വിവിധ ക്ഷേത്ര സംഘടനകളുടെ 230 പ്രതിനിധികൾ, അതായത് ഈ സംഘടനകളിൽ നിന്നുള്ള ദേശീയ അധ്യക്ഷന്മാരെ, അതുപോലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ, മറ്റ് കാര്യകർത്താക്കൾ ഉൾപ്പെടെ 230 പേർ, അങ്ങനെ 320 പേരാണ് ഈ ഒരു ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായാണ് ഈ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സംഘം രൂപീകരിച്ച് 100 വർഷമാകുന്നു. ഈ 100 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു സമന്വയ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ബൈഠക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘത്തിന്റെ സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവതും അതുപോലെ തന്നെ സർക്കാര്യവാഹായ ദത്താത്രേയ ഹൊസബാളയും പിന്നെ സഹസർക്കാര്യവാഹുമാരായ 8 പേർ, അങ്ങനെ വിവിധ ചുമതലകളുള്ള കാര്യകർത്താക്കളാണ് ഇതിന് നേതൃത്വം നൽകുക. ഈ വിവിധ ക്ഷേത്ര സംഘടനകളൊക്കെ അവരുടെ വ്യത്യസ്ത മേഖലകൾ, അതായത് ഇപ്പോൾ BJP ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വനവാസി കല്യാണാശ്രമമാണെങ്കിൽ അവർ വനവാസി ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സേവാഭാരതി, ദേശീയ സേവാഭാരതി ആണെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള അവരുടെ അനുഭവങ്ങളും അവരുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ബൈഠക്കിൽ അവർ പങ്കുവയ്ക്കും. അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും എന്നുള്ളതാണ്. അതിനുശേഷം വ്യത്യസ്തമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയാണെങ്കിലും അതല്ലെങ്കിൽ ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിലും ഒപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള ഉണ്ടായ ഒരു ദുരിതങ്ങളാണെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ വ്യത്യസ്ത സംഘടനകൾ ആ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതിന്മേലുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലും വിശദമായ ചർച്ച ഈ ബൈഠക്കിൽ നടക്കും എന്നുള്ളതാണ്. അതേ സമയം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, സംഘം 100ാം ജന്മദിനം ആഘോഷിക്കാൻ പോകുന്ന ആ വേളയിൽ, അതായത് 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ആ ഒരു വർഷ കാലയളവിലാണ് സംഘത്തിന്റെ ആ ഒരു 100ാം വാർഷികം അല്ലെങ്കിൽ സംഘം രൂപീകരിച്ച് 100 വർഷമാവുന്നത്. ആ ഒരു കാലയളവിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 5 കാര്യങ്ങൾക്കാണ് സംഘം ഈ ഒരു സമയത്ത് പഞ്ചപരിവർത്തനം എന്ന രീതിയിൽ ഊന്നൽ നൽകുന്നത്. അത് സമൂഹത്തിന്റെ വികാസം എന്നുള്ളതാണ്. കുടുംബങ്ങളുടെ വികാസമാണെങ്കിലും അല്ലെങ്കിൽ അഭിമാനം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വിവിധങ്ങളായ ഈ 5 പരിവർത്തനങ്ങൾ കാര്യങ്ങളുണ്ട്. ആ 5 കാര്യക്രമങ്ങൾ ഈ വ്യത്യസ്ത സംഘടനകൾ, അതായത് ഈ വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ ആ സംഘം ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങൾ എങ്ങനെ സമൂഹത്തിൽ നടപ്പാക്കണം, ഒപ്പം തന്നെ അതിനെ ഇവരുടെയൊക്കെ പങ്കാളിത്തം എത്തരത്തിൽ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ച ഏതായാലും ഇന്നത്തെ ഈ ബൈഠക്കിൽ നടക്കുമെന്നുള്ളതാണ്. ഇന്ന് 9 മണിക്ക് ആരംഭിക്കുന്ന ബൈഠക്ക് 2ാം തീയതിയാണ് അവസാനിക്കുക.
ആരംഭിക്കുക. 2-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ഈ ബൈഠക്ക് അവസാനിക്കുക. ഏതായാലും പാലക്കാട് അഹല്യ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖായ സുനിൽ അംബേദ്കർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും തങ്ങൾക്ക് കേരളത്തിൽ ഇത്തരത്തിലൊരു ബൈഠക്ക് നടത്തുന്നതിന് വലിയ സന്തോഷമുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ പാലക്കാട് ആയിക്കൂടാ, ഇത്രയും മനോഹരമായ ഒരു ഭൂമിയല്ലേ ഇത് എന്ന തരത്തിൽ അദ്ദേഹം രസകരമായ മറുപടിയായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയത്. ഏതായാലും നേരത്തെ തന്നെ ഉണ്ട്. കാരണം എത്രയോ ധീരരായ സംഘപ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. പാലക്കാടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പേരുകൾ ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ബൈഠക്ക് നടത്തുവാൻ പോകുന്നത്. അത് തന്നെയാണ് സുനിൽ അംബേദ്കർ പറഞ്ഞതെന്ന് വ്യക്തമാവുന്നു. മറ്റൊരു കാര്യം, രാജ്യത്തിൻ്റെ പരം വൈഭവമാണ് RSS ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ സത്വത്തിലേക്കുള്ള മുന്നേറ്റം ഭാരതത്തിൽ ഉയർത്തിക്കാട്ടുക, ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ട് തന്നെയാണ് ഈ ബൈഠക്ക് നടക്കുവാൻ പോകുന്നതും, അല്ലേ? രജനി, തീർച്ചയായിട്ടും ആ പരമവൈഭവത്തിലേക്ക് എത്തിയോ എന്ന് ഉൾപ്പെടെ ഇന്നലെ സുനിൽ അംബേദ്കറോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ പരമവൈഭവത്തിലേക്ക് എത്തുക എന്നുള്ളത് സംഘത്തിന്റെ ഈ 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും നേട്ടം കൈവരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സംഘടന അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒപ്പം വിദ്യാർത്ഥി സംഘടന നോക്കുമ്പോൾ അത് ABVP ആണ്. ഇങ്ങനെ തൊഴിലാളി സംഘടന, ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നോക്കുകയാണെങ്കിൽ അത് BMS ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വെച്ച ആശയം അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും സംഘം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ളതാണ് സംഘം ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി നിർമ്മാണവും അതിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണവും അതൊരു സ്ഥിരം പ്രോസസ്സാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ കാലത്തും നല്ല വ്യക്തികളെ സമൂഹത്തിൽ നിർമ്മിക്കുക, അതുവഴി നല്ല രാഷ്ട്രത്തെ പടുത്തുയർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു സാമൂഹിക സേവന പ്രവർത്തനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഏതായാലും സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിൽ വെച്ച് പാലക്കാട് വെച്ച് ഇത്തരത്തിലൊരു ബൈഠക്ക് നടക്കുന്നു. ആ ബൈഠക്കിൽ തന്നെ മറ്റൊരു വളരെ പ്രത്യേകതയുള്ള കാര്യം എന്നുള്ളത് രാഷ്ട്രീയമായി നമുക്കിതിനെ കാണുമ്പോൾ അതിന്റെ വിശകലനം ചെയ്യുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സവിശേഷ സാഹചര്യം, കേരളത്തിൽ RSSന്റെ ശാഖകൾ എല്ലാ കാലത്തും ഭാരതത്തിൽ ഏറ്റവും അധികം ശാഖകൾ നടക്കുന്നത് കേരളത്തിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ശാഖകൾ നടക്കുന്ന കേരളത്തിൽ അടുത്തായി ശാഖകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2 പ്രാന്തങ്ങളായി കേരളത്തെ മാറ്റിയിരുന്നു. അത് ഉത്തര കേരളവും അതുപോലെ തന്നെ ദക്ഷിണ കേരളവും, അങ്ങനെ 2 പ്രാന്തങ്ങളായിട്ടാണ് ഇപ്പോൾ കേരളത്തെ മാറ്റിയിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള 2 പ്രാന്തങ്ങളായി കേരളത്തെ മാറ്റിയത്. അതിനുശേഷമാണ് ഈ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതും ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഈ പാർലമെന്റിലേക്ക് താമര വിരിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു ബൈഠക്ക് എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പാലക്കാട് ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ് സംഘത്തിന്റെ ഇത്രയും വലിയ ഒരു ബൈഠക്ക് ഇവിടെ വെച്ച് തന്നെ നടക്കുന്നു എന്നുള്ളത്. അത് ഏതായാലും കേരളത്തിലെ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ മറ്റ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരിൽ അത് വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ വലിയ ബൈഠക്കുകൾ പോലും നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തുന്നു എന്നുള്ളത് സംഘം ഇത്തരത്തിൽ കേരളത്തോട് കേരളത്തിന്റെ പ്രവർത്തനത്തോട് അത്രയും അനുകമ്പ കാണിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രവർത്തനം അത്രത്തോളം നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സംഘടനാ നേതൃത്വത്തിന് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് താഴെത്തടിയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ ഊർജം പകരുന്നതാണ് ഈ ഇത്തരം ഒരു ബൈഠക്ക് പാലക്കാട് വെച്ച് കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. ഏതായാലും കൃത്യം 9 മണിക്ക് ബൈഠക്ക് ആരംഭിക്കും. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനമില്ല. പക്ഷേ ഉദ്ഘാടന സെഷൻ സംബന്ധിച്ച കാര്യങ്ങളും മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതിനുശേഷം പിന്നീട് 2-ാം തീയതി ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ബൈഠക്കിൽ ചർച്ചയായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ മറുപടി സംഘത്തിന്റെ ഭാഗത്തു നിന്നും പ്രചാർ പ്രമുഖ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുക. അന്ന് ഒരു മുതിർന്ന കാര്യകർത്താവ് തന്നെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതും പ്രചാർ വിഭാഗത്തിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി അരുൺ, വളരെ വിശദമായുള്ള റിപ്പോർട്ടായിരുന്നു അരുണിന്റെ. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അല്ലെ എങ്ങനെയുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് കേരളത്തിൽ നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കുവാൻ പോകുന്നത്.